ഹായ് ഹലോ, എൻ്റെ പേര് അസ്ന. എൻ്റെ പേര് ജസ്ന. ഞങ്ങളൊരു പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ്, ഒരു പുതിയൊരു യൂട്യൂബ് ചാനൽ വേണം. എല്ലാവർക്കും ഉണ്ട്, ഇന്നത്തെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇന്നത്തെ കാലത്ത് ഉണ്ട്. എനിക്ക് തോന്നുന്നു കോവിഡ് ടൈമിലാണ് എല്ലാ ആൾക്കാരും യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. കാരണം ആ സമയത്ത് ലോക്ക്ഡൗൺ ടൈമിലായതുകൊണ്ട് സമയം ഒരുപാട് കിട്ടിയതുകൊണ്ട് ഇതിലോട്ട് എല്ലാ ആൾക്കാരും ഇറങ്ങി. എനിക്ക് ആ ടൈമിൽ ഇറങ്ങണം എന്നുണ്ടായിരുന്നു, ബട്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്ന് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഒരു ഓൺലൈൻ ക്ലാസ്സിനായിട്ട് ഒരു കുഞ്ഞു ഫോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് അത്ര ക്യാമറയ്ക്കൊന്നും അത്ര നല്ല ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇപ്പോഴും അത്ര നല്ല ക്ലാരിറ്റി, ഐഫോണിൻ്റെ അത്ര ക്ലാരിറ്റി ഉള്ളൊരു ഇതല്ല ഇരിക്കുന്നത്. മറ്റേതിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പം തുടങ്ങിയത്. എന്താ പറയുക, ഒരുപാട് നാളായി തുടങ്ങണം. ഇവളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ പറയും നമുക്ക് എൻ്റെ ഫോൺ കൊള്ളത്തില്ല, ഫോൺ മാത്രം വെച്ചിട്ട് കാര്യമില്ല, നമുക്ക് ലാപ്ടോപ്പും വേണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ലാപ്ടോപ്പ് മേടിച്ചപ്പോഴത്തേക്ക് എനിക്ക് അറിയത്തില്ല, എനിക്ക് വയ്യ, ഞാൻ ഇൻട്രോവേർട്ടാണ് എന്നാ പറയുന്നത്. അങ്ങനെ നമുക്കങ്ങനെ ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യാനൊന്നുമില്ല, ബാക്ക് സപ്പോർട്ടിനൊന്നും ആരുമില്ല. ഇപ്പം തന്നെ എൻ്റെ ഒരു ഇതിലാണ് ഞാൻ ഇപ്പം അങ്ങ് തുടങ്ങുന്നത്. പിന്നെന്താ പറയുക, എന്തുവാണെങ്കിലും പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. എനിവേ ഞാൻ എന്നെ ഞാൻ പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് അസ്ന സാബു. ഞാൻ കൊല്ലം ജില്ലയിൽ പുനലൂരാണ് താമസിക്കുന്നത്. കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ പുനലൂരിനും പത്തനാപുരത്തും ഇടയ്ക്ക് പ്രവന്തൂരാണ് താമസിക്കുന്നത്. ഞാൻ +2 കഴിഞ്ഞിട്ട് 3 ഇയർ ആവുന്നു. ജർമ്മൻ ലാംഗ്വേജ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. B2-ന് 2 മൊഡ്യൂൾ വരെ കിട്ടിയിട്ടുള്ളൂ. ഇനി 2 മൊഡ്യൂൾ കൂടെ ഉണ്ടത് എഴുതിയിട്ട് കിട്ടുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മൾ എന്തുവരും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് മാത്രം വെച്ചുകൊണ്ടിരുന്നിട്ട് എൻ്റെ 3 വർഷം പോയി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. അതുകൊണ്ട് എനിക്കിനി ഒരു പ്ലാൻ B എന്നും കൂടി ഒരു കാര്യം എനിക്ക് നോക്കണം. ഞാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഏത് പഠിക്കാം, ഏതാണ് ബെറ്റർ ഓപ്ഷൻ എന്നൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവാണ്. എൻ്റെ വീട്ടിൽ ചേച്ചിയുണ്ട്. ചേച്ചിയുടെ പേര് ജസ്ന. പറയൂ. B.Ed കഴിഞ്ഞു ഗൈസ്. B.Ed കഴിഞ്ഞു, PG കഴിഞ്ഞു. എന്തെങ്കിലും സ്കൂളിൽ കയറാൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 മാസമായി. ചേട്ടൻ്റെ പേര് ഷാൻ. പത്തനാപുരം ടാറ്റ മോട്ടോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അത്തയുണ്ട്. അത്ത എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. അത്ത എന്ന് പറഞ്ഞാൽ അച്ഛനെയാണ് നമ്മൾ അത്ത എന്ന് വിളിക്കുന്നത്. അത്ത പത്തനംതിട്ട ഫയർ ഫോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഓഫീസറാണ്. അമ്മയുടെ പേര് ജാസ്മിൻ. ഹൗസ് വൈഫാണ്. അത്ര പേര് പറഞ്ഞായിരുന്നോ? സാബു എന്നാണ്. പിന്നെന്താ, അത് ഞങ്ങൾ 4 പേര് ചേർന്നൊരു കുഞ്ഞു ഫാമിലി ആയിരുന്നു. ഇപ്പം ചേട്ടനോട് വന്നപ്പോൾ ഒരു ഇച്ചിരി വലിയ ഫാമിലിയായി. അങ്ങനെ പിന്നെന്താ പറയണ്ടേ, നന്ദി, നമസ്കാരം. പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. മാക്സിമം ആൾക്കാരിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിലൂടെ ഞങ്ങളത് ഇങ്ങനെയാണ് അങ്ങനെ അല്ല, ഒരുപാട് മിസ്റ്റേക്സ് ആണ്. കാരണം നമ്മളിപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, നമുക്ക് അറിയാൻ ബെറ്റർ ആവത്തേ ഉള്ളൂ ഇനിയും. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക, ഇങ്ങനല്ല അങ്ങനെയാണ്. അപ്പം നമുക്കത് മനസ്സിലാവും, നിങ്ങളത് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെന്താ പറയുക, നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക മാക്സിമം ആൾക്കാരിലേക്ക്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്. നന്ദി, നമസ്കാരം. ബൈ ഗായ്സ്.